നമസ്കാരം. പുണ്യപുരാണങ്ങളുടെ കലവറയായ ഭാരത മണ്ണിൽ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മഹാഭാരത കഥയിൽ ബുദ്ധിയുടെയും ശക്തിയുടെയും അമരക്കാരൻ എന്നുദ്ഘോഷിക്കുന്ന ദുര്യോധനൻ ആരാധനമൂർത്തിയായി കുടികൊള്ളുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട. മലനട അപ്പൂപ്പൻ്റെ ചരിത്രവും ഉത്സവ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി ഗ്രാമത്തിലാണ് മലനട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ കേരളത്തിലെ 1000-ലധികം മലനടകളിൽ പ്രഥമ സ്ഥാനമാണ് പെരുവിരുത്തി മലനടയ്ക്ക്. മലയുടെ മുകളിലുള്ള നട എന്നതിനാലാണ് മലനട എന്ന പേര് വന്നത്. ശ്രീകോവിലോ ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാതെ ആൽത്തറയെ അഥവാ മണ്ഡപത്തെ ആരാധനമൂർത്തിയായി സങ്കല്പിച്ച് ആരാധന നടത്തുവാൻ ജാതി മതഭേദമന്യേ നാനാജാതി മതസ്ഥരും മലനടയിൽ എത്തിച്ചേരാറുണ്ട്. ഭൂമിക്ക് കരംപിരിവ് തുടങ്ങുന്ന കാലം മുതൽ പട്ടാധാരത്തിൻ്റെ സ്ഥാനത്ത് ദുര്യോധനൻ എന്ന പേര് ചേർത്താണ് മലനട നിവാസികൾ നികുതി ഒടുക്കിയിരുന്നത്. ദുര്യോധനൻ ഈ ക്ഷേത്രത്തിലെ ആരാധന മൂർത്തിയായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. പാണ്ഡവരുടെ വനവാസ കാലത്ത് അവരെ അന്വേഷിച്ച് കൗരവർ സഞ്ചാരത്തിന് ഇറങ്ങുകയും മലനട കുന്നിൽ എത്തുകയും ചെയ്തു. യാത്ര ചെയ്ത് ദാഹിച്ച് പരവശനായ ദുര്യോധനൻ മലനട കുന്നിന് വടക്ക് പടിഞ്ഞാറുള്ള കടുക്കാശ്ശേരി കൊട്ടാരത്തിൽ എത്തുകയും ദാഹജലം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുവഴി വന്ന ഒരു സ്ത്രീ കുടിക്കുവാൻ അദ്ദേഹത്തിന് ഒരു കുടം ചെത്തുകള്ള് കൊടുത്തു. സന്തോഷത്തോടെ അദ്ദേഹം അത് പാനം ചെയ്യുകയും ചെയ്തു. ആ സ്ത്രീ തിരിഞ്ഞു നടന്നപ്പോൾ കഴുത്തിലെ പുറത്താലി കാണുകയും കുറവ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ ദൈവീകതയും ആളുകളുടെ അതീന്ദ്രിയ ശക്തിയും മനസ്സിലാക്കുവാൻ സാധിച്ചു. ശിവഭക്തനായ അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ മലമുകളിൽ ഇരുന്ന് മഹാദേവനെ ധ്യാനിക്കുകയും ചെയ്തു. മഹാഭാരത യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയം അദ്ദേഹം പ്രദേശവാസികളോട് അനുവാദം ചോദിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു. പുറപ്പെടുന്ന സമയം അദ്ദേഹം ഇപ്രകാരം അരുൾ ചെയ്തു: മീനമാസം 2-ാം വെള്ളിയാഴ്ച യുദ്ധത്തിൽ വിജയശ്രീ ലാളിതനായി ഞാൻ തിരിച്ചു വരും. എന്നെ സ്വീകരിക്കുന്നതിനായി മീനമാസം 1-ാം വെള്ളിയാഴ്ച മുതൽ എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി നിൽക്കണം. മീനമാസം 2-ാം വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ എന്നെ കാണുന്നില്ലെങ്കിൽ യുദ്ധത്തിൽ ഞാൻ മരിച്ചതായി കണക്കാക്കി എനിക്ക് വേണ്ടി ഉദകക്രിയകൾ ചെയ്യണം. ഇതിൻ്റെ സ്മരണയ്ക്കായാണ് മീനമാസം 1-ാം വെള്ളിയാഴ്ച കൊടിയേറി 8 ദിവസത്തെ ആഘോഷങ്ങളോടും ചടങ്ങുകളോടും കൂടി മീനമാസം 2-ാം വെള്ളിയാഴ്ച വലിയ കെട്ടുകാഴ്ചകളോടും ആചാര വെടിയോടും കൂടി ദുര്യോധന സ്വാമിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ മലനട നിവാസികൾ നടത്തുന്നത്. നമസ്കാരം, ഞാൻ അഖിൽ സിദ്ധാർത്ഥൻ, പോരൂർ പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രം സെക്രട്ടറി. ചിരപുരാതനവും ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണിത്. ഇവിടെ ഇപ്പം പള്ളിപ്പാനി മഹാകർമ്മം കഴിഞ്ഞതേ ഉള്ളൂ. പള്ളിപ്പാനി എന്ന് വെച്ചാൽ 12 വർഷത്തിൽ മാത്രം നടക്കുന്ന മഹാകർമ്മമാണ്. 12 വർഷത്തിൽ ഒരിക്കൽ 12 ദിവസങ്ങളിലെ 18 കർമ്മങ്ങളാണ് നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞതേ ഉള്ളൂ. വൻ തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ജനലക്ഷങ്ങളാണ് ദിവസം വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ 7 കരയ്ക്ക് പുറകെ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നെല്ലാം ശരിക്കും ആളുകൾ നാനാജാതി മതസ്ഥർ എല്ലാവരും വന്ന് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് വണ്ടി വിജയിച്ച് ഇപ്പം എന്താ ഉത്സവം തുടങ്ങുകയാണ്. മാർച്ച് 17-ന് കൊടിയേറി 27-നാണ് മലക്കട മഹോത്സവം. മാർച്ച് 17 മീനത്തിൽ 1-ാം വെള്ളിയാഴ്ച കൊടിയേറി 2-ാം വെള്ളിയാഴ്ച ഉത്സവം. അന്നാണ് മലക്കട മഹോത്സവം. അന്നാണ് ഈ വരുന്ന കെട്ടുകാഴ്ചയൊക്കെ നടക്കുന്നത്. 3-ാം വെള്ളിയാഴ്ച കൊടിയിറങ്ങും. കെട്ടുകാഴ്ച എന്നാൽ 7 കരയാണുള്ളത്. 6 കരയ്ക്ക് കുതിരയും 7-ാം കരയ്ക്ക് 1-ാം കരയ്ക്ക് വെച്ചാൽ തനത് കര. 1-ാം കര വേറെയാണ്, തനത് കരയ്ക്ക് കാളി. ബാക്കി ഒട്ടനവധി 10,000-ഓളം ചെറിയ വിട്ടുപിടികൾ വേറെ ഉണ്ട്. ഇത് ഉത്സവം വളരെ ഗംഭീരമായിട്ട് പോവുകയാണ്. അതിനുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. ഉത്സവത്തിൽ വൻ തിരക്കാണ്. എന്നാലും നോർമലി സാധാ ദിവസങ്ങളിൽ ദിവസങ്ങളിലായപ്പോഴും വൻ തിരക്കുകളാണ് അനുഭവപ്പെടുന്നത്. ഈ കുടിയേറ്റ് ഉത്സവമാക്കിയുള്ള കാര്യങ്ങൾ അതനുസരിച്ച് ഇതിൻ്റെ തിരക്കുകൾ കൂടത്തിയുണ്ട്. കെട്ടുകാഴ്ച കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചകളിൽ ഒന്നാണ്. അപ്പോൾ അതിന് എല്ലാവരും എത്തിച്ചേരണം. നിങ്ങളെല്ലാവരും സഹകരണം നിങ്ങളെല്ലാം ഉണ്ടാകണം.
മലക്കുട ദിവസം അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെ പ്രധാന ആൽത്തറയിൽ പനമ്പായ വിരിച്ച് വായ്ക്കരിയിടിയിൽ കർമ്മം നടത്തുന്നതും തുടർന്ന് അമ്പെയ്ത്ത് നടത്തുന്നതും ഈ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉത്സവ ദിവസം കൊടിയിറങ്ങാതെ 3-ാം വെള്ളിയാഴ്ചയാണ് ഇവിടെ കൊടിയിറങ്ങുന്നത്. ഈ വർഷത്തെ മലക്കുട മഹോത്സവം 2023 മാർച്ച് 17 മീനം 3-ാം തീയതി വെള്ളിയാഴ്ച കൊടിയേറി മാർച്ച് 24 മീനം 10 വെള്ളിയാഴ്ച വരെ നടക്കുന്നു. ശക്തി സ്വരൂപനും ഭക്തവത്സലനുമായ മലനട അപ്പൂപ്പന്റെ പുണ്യഭൂമിയിലേക്ക് ഏവർക്കും സ്വാഗതം.